നൈമിത്ര ടേസ്റ്റി വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ഇറച്ചിപ്പുട്ടുണ്ടാക്കാം. എല്ലാവരും ഇറച്ചിപ്പുട്ടുണ്ടാക്കും, പക്ഷേ നമ്മളുണ്ടാക്കുന്നത് നമ്മളുടെ രീതിയിൽ ഒരു വ്യത്യസ്തമായ ഇറച്ചിപ്പുട്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല, പക്ഷേ നമ്മളുണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കത് എളുപ്പമാണ് എങ്കിൽ നിങ്ങൾ ചെയ്യണം, അല്ല നിങ്ങൾക്ക് എളുപ്പമല്ല എങ്കിലും നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഒരു ഇറച്ചിപ്പുട്ടുണ്ടാക്കുന്നത് കാണിച്ചു തരാം. എല്ലാവരും ഭയം. ഉപ്പ്, ഇറച്ചിപ്പുട്ടുണ്ടാക്കുകയാണ് കേട്ടോ. ഇത് നൈമിത്രയുടെ ചെമ്പാവരിയുടെ പുട്ടുപൊടിയാണ്. ചെമ്പാവരിയുടെ പുട്ടുപൊടി ഇതിനെ നനച്ചിട്ടാണ് ഇറച്ചിപ്പുട്ട്. ഒരു സ്പെഷ്യൽ ഇറച്ചിപ്പുട്ടാണ് ഇന്ന്. അപ്പോൾ അത് കണ്ട് തന്നെ അറിയുക. വ്യത്യസ്തമായ രുചികൾ ആഗ്രഹിക്കാത്ത ആൾക്കാരാണുള്ളത്. നമുക്ക് എന്നും കഴിക്കുന്നത് പോലെ കഴിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ? വ്യത്യസ്തമായ രുചികളാണ് എന്നും ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. വ്യത്യസ്തമായ രുചികളാണ് നമ്മുടെ ലോകം, നൈമിത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ കാഴ്ചയാണ് കാണിക്കുന്നത്. നമ്മളുടെ നൈമിത്രയുടെ തൊഴിലിടവും നൈമിത്രയുടെ ഒരു ഇടമാണ്, ഒരു ലോകമാണ്. ഞാൻ എപ്പോഴും പറയില്ലേ, നൈമിത്രയ്ക്ക് ഒരു അടുക്കളയാണ് നൈമിത്രയുടെ സ്വപ്നമെന്ന്. അപ്പോൾ അവിടെയാണ് നമ്മളിത് ചെയ്യുന്നത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ. അപ്പോൾ അത് ചെറിയൊരു വീഡിയോയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണം. ചിക്കൻ പുഴുങ്ങി വെച്ചേക്കുന്നതാണ്. ഇപ്പോൾ പുഴുങ്ങി വച്ചിരിക്കുന്ന ചിക്കൻ റെഡിയാക്കാനായിട്ട് പാത്രം വയ്ക്കുന്നു. പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അത് തിളച്ച് വരുമ്പോൾ സവാള ഇടുന്നു. സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞ്, ഒരു മീഡിയം സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞ് എണ്ണയിൽ വഴറ്റി, പിന്നെ ഇതിനകത്ത് പുഴുങ്ങി പൊടിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇടുന്നു. പിന്നെ അല്പം മുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, പിന്നെ അല്പം ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയും മാത്രം മതി ഇറച്ചിപ്പുട്ടിൻ്റെ മസാല. എന്നും കഴിക്കുന്നതല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഓരോന്നും കഴിക്കുമ്പോഴാണല്ലോ ഒരു ഇഷ്ടം ഉണ്ടാകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്നും പുട്ട്, പഴം, പയർ, പപ്പടം അങ്ങനെയൊക്കെ. പക്ഷേ ഇതൊരു വ്യത്യസ്തമായ പുട്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഉപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കല്ലുപ്പ് കലക്കി വെച്ചേക്കുന്ന വെള്ളമാണ്. നൈമിത്രയിൽ പാചക പരീക്ഷണങ്ങൾ ബാക്കി. ഒരു വലിയ പണിയൊന്നുമില്ല. സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വഴറ്റുക, ചിക്കൻ പുഴുങ്ങി പൊടിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത്രയും നേരം ഇതാണ് ചെയ്തത്. ഇതിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തം ഐഡിയയും എൻ്റെ കയ്യിലല്ല. അപ്പോൾ
ഇനി നെക്സ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഒരു നുള്ളു മഞ്ഞപ്പൊടി, നൈമിത്രയുടെ സ്വന്തം മഞ്ഞപ്പൊടിയാണ്. കുറച്ച് ഗരം മസാല, നൈമിത്രയുടെ സ്വന്തം ഗരം മസാലയാണ്. ഒരല്പം മുളക് പൊടി, കുരുമുളക് പൊടി, നൈമിത്രയുടെ സ്വന്തം കുരുമുളക് പൊടിയാണ്. പിന്നെ ഒരല്പം കാശ്മീരി മുളക് പൊടി, കുറച്ച് പെരുംജീരകം, ഇത്രയും മതി. പാചക പരീക്ഷണത്തിൻ്റെ ഒരു ഘട്ടമാണ് കഴിഞ്ഞത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതായിരിക്കുമെന്ന് കരുതുന്നു. നിങ്ങളും ഇങ്ങനെ ചെയ്തു നോക്കണം എന്ന് ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, സവാള അരിഞ്ഞ് എണ്ണയിൽ വഴറ്റുക. ചിക്കൻ കുറച്ച് മാത്രമേ, ഇപ്പോൾ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ ചിക്കൻ എടുത്ത് പുഴുങ്ങി പൊടിച്ചെടുക്കുക. ഉപ്പും കൂടെ ഇട്ട് പുഴുങ്ങി പൊടിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ്, സവാളയ്ക്ക് വേണ്ടുന്ന ഉപ്പ് ഇതിലിട്ട് കൊടുക്കുക. ഇത് പിന്നെ മുളക് പൊടി, ഗരം മസാല, കുറച്ച് പെരുംജീരകം, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത്രയാണ് ഇപ്പോൾ വരെ നടന്നിട്ടുള്ള പ്രോസസ്സിങ്. ഇനി അടുത്തത് നെക്സ്റ്റ്, നമ്മൾ ഇത്രയും ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള എരിവും നമുക്ക് മതിയായതൊക്കെ ചേർത്തതാണ്. ഇനി ഇതിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം, എന്തുവേണേലും ചെയ്യാം. പുട്ടുകുടം വെച്ച് പുട്ടുകുടത്തിൽ വെള്ളം വെച്ച് കത്തിച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് പുട്ട് റെഡിയാക്കാം. ആദ്യം തേങ്ങ ഇടുന്നു. തേങ്ങ കുറച്ച് മതി. വേണ്ട ചിക്കൻ റെഡിയാക്കി വെച്ചത് ഇടുന്നു. നൈമിത്രയുടെ ചമ്പാവരി, സ്പെഷ്യൽ ചമ്പാവരി പൊടിയാണ്, പുട്ടിൻ്റെ പൊടിയാണ് ഇത്. ഇത് പുട്ട് മാത്രമല്ല, ഇടിയപ്പം, പത്തിരി ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. വീണ്ടും തേങ്ങ ഇടുന്നു, ചിക്കൻ ഇടുന്നു, തേങ്ങ ഇടുന്നു, ചിക്കൻ ഇടുന്നു, തേങ്ങ ഇടുന്നു, മാവിടുന്നു, ചിക്കൻ ഇടുന്നു. ഇനി ഒരു തണ്ട വെറൈറ്റി സംഭവമാണ് വെള്ള അരിപ്പൊടി. അത് നൈമിത്രയുടെ സ്പെഷ്യലാണ്. നൈമിത്രയുടെ പത്തിരിപ്പൊടി, വെള്ള പത്തിരിപ്പൊടി അല്ലെങ്കിൽ പുട്ടുപൊടി. മേലെ തേങ്ങ വെക്കാന്നാണ് കരുതിയത്, വേണ്ട, ഒരല്പം ചിക്കനും തന്നെ ആയിക്കോട്ടെ. ചിക്കനാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം. നോൺ വെജിൽ അങ്ങനെ പുട്ടുകുറ്റിയിൽ പുട്ട് കയറി. ഞാൻ ഉണ്ടാക്കാത്ത സാധനങ്ങളാണ്. പുട്ട്, ദോശ, അപ്പമൊക്കെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അതെല്ലാം മൈ മദർ. അങ്ങനെ നമ്മളുടെ സൂപ്പർ പുട്ട് ഇതാ റെഡിയായി. ഞാൻ അതിൻ്റെ സൗണ്ട് ഒത്തിരി കൂടിയതുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുന്നതാണ്. സൂപ്പർ പുട്ടാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങളിത് ചെയ്ത് നോക്കണം, ഒരു ദിവസമെങ്കിലും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. കൂടെ നിൽക്കണം. നൈമിത്ര ടേസ്റ്റി വേൾഡിനെയും നൈമിത്രയെയും ചേർത്ത് പിടിക്കണം. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ, ഒരുപാട് ഇഷ്ടത്തോടെ, നിങ്ങളുടെ സ്വന്തം നൈമിത്ര. അപ്പോൾ എല്ലാവർക്കും സ്നേഹം. ഹായ്, അങ്ങനെ നമ്മൾ ഇറച്ചിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. സംഭവം ചെമ്പാവ് അരിപ്പൊടിയും വെള്ള അരിപ്പൊടിയും രണ്ടും കൂടെ ആണ്. അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ, രണ്ടും വേറെ വേറെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല, കഴിക്കട്ടെ, വായിലോട്ട് കിട്ടിയതേ ഉള്ളൂ. ആദ്യത്തത് ചമ്പാവരിയായിരുന്നു. അത് സൂപ്പർ ടേസ്റ്റാണ്. നമ്മളെ ചമ്പാവരി പുട്ടുപൊടി ഭയങ്കര ടേസ്റ്റാണ്. ചമ്പാവരി പുട്ടുപൊടിയിൽ കൂടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചിക്കൻ നല്ലതായിരുന്നു. വെള്ള അരിപ്പൊടിയുടെ സൂപ്പർ, സത്യമായിട്ട് സൂപ്പർ. നിങ്ങളിത് ചെയ്ത് നോക്കണം.
ഇഷ്ടപ്പെടും എന്നുള്ളത് ഒരു തർക്കമില്ല. സൂപ്പർ സൂപ്പർ.